പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ. ഇന്ന് റമദാൻ 2. ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുകയും ഈ കഴിഞ്ഞ ദിവസം 1-ാമത്തെ നോമ്പിന് എന്തൊക്കെ നമ്മൾ നേടി എന്ന് വിലയിരുത്തുകയും ചെയ്യണം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ജമാഅത്തിൻ്റെ കാര്യത്തിൽ, സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ഖുർആൻ പാരായണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എത്രമാത്രം ഈ ഒരു ഇന്നലെ മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നേടാൻ സാധിച്ചു എന്ന് നമ്മൾ ഓർക്കുകയും പ്രാർത്ഥന നമുക്ക് അധികരിപ്പിക്കാൻ സാധിച്ചോ എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉള്ള ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു റമദാൻ ജീവിതത്തിലൂടെ കടന്നുപോയിട്ട് തൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ മഹാനഷ്ടക്കാരൻ തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെടരുത് എന്ന ചിന്ത എല്ലാ സമയത്തും എല്ലാ ദിവസവും നമ്മുടെ മനസ്സിൽ സജീവമായി ഉണ്ടാകേണ്ടതുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ചില കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ വർഷാവർഷം കേൾക്കുന്നതാണെങ്കിലും നമ്മളത് ഓർമ്മയിൽ വെക്കുകയും അങ്ങനെ പരമാവധി കൂടുതൽ സുന്നത്തുകൾ നോമ്പുമായി ബന്ധപ്പെട്ടവ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 183-ാം വചനം മുതൽ ഏതാനും വചനങ്ങളിലൂടെ ആ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. റമദാനെ സംബന്ധിച്ചിടത്തോളം അയ്യാമ മഅദൂദാത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എണ്ണപ്പെട്ട ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഭാരമായി നമുക്കൊരിക്കലും തോന്നരുത്. ഒരു ഭാരമില്ല. കാരണം വിശുദ്ധ ഖുർആൻ നോമ്പിനെ പറ്റി പറഞ്ഞിടത്ത് തന്നെ പറയുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്കൊരു പ്രയാസവും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നോമ്പ് നോൽക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളുടെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ, അതുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊന്നുമല്ല, ഒരു പ്രയാസമല്ല, ഒരു ബുദ്ധിമുട്ടുമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് റമദാനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വയ്യാമ മഅദൂദാത്ത്, ഒരു വർഷത്തിലെ 365 ദിവസത്തിൽ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ഈ നോമ്പ് എന്നുള്ള വളരെ ലളിതമായി തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 30 ദിവസം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന പ്രതിഫലവും അതുകൊണ്ട് ലഭിക്കുന്ന സ്വർഗവും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഫമൻകാന മിൻകും, അതുപോലെ തന്നെ അതിന് ഫമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങളിൽ രോഗികളാണെങ്കിൽ ഔ അലാ സഫരിൻ യാത്രക്കാരനാണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം അത് നോറ്റ് വീട്ടിയാൽ മതി. രോഗി എന്നേ ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ആ രോഗം എങ്ങനെയാണ് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഒരു ജലദോഷം ഉണ്ടെങ്കിലും അതൊരു രോഗമാണ്. അതിനേക്കാൾ വലിയ ഓപ്പറേഷനുകളൊക്കെ നടത്തുന്ന കാര്യങ്ങളും രോഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ മരീദ് എന്ന് പറയുമ്പോൾ, രോഗം എന്ന് പറയുമ്പോൾ നോമ്പ് നോൽക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന രോഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ഡോക്ടർമാർ നമ്മോട് നിർദ്ദേശിക്കും ഇന്ന നോമ്പ് നോൽക്കരുത് എന്ന്. വിശ്വസ്തനായ ഡോക്ടർ നമ്മളോട് പറഞ്ഞാൽ അത് നമ്മളുടെ ആ രോഗം നോമ്പ് നോക്കുന്നതിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ നോമ്പ് നോറ്റാൽ താൻ വളരെ പ്രയാസപ്പെട്ടു പോകും, അല്ലെങ്കിൽ തൻ്റെ കൃത്യമായി കുടിക്കേണ്ട മരുന്ന് അത് കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, രോഗം മൂർച്ഛിക്കാൻ കാരണമാകും എന്നൊക്കെ മനസ്സിലാക്കുന്ന അത്തരം ആളുകൾ രോഗികളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ചില ആൾക്കാർക്ക് ഈ മരുന്ന് കഴിക്കുന്നത് ഈ
നോമ്പിന്റെ സമയത്തിനനുസരിച്ച് ഡോക്ടർമാർ തന്നെ മാറ്റിക്കൊടുക്കും. അങ്ങനത്തെ ആളുകൾക്ക് നോമ്പ് നോൽക്കാം. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നോമ്പ് നോൽക്കാൻ സാധിക്കണം എന്ന ഒരു ചിന്തയാണ് മനസ്സിലുണ്ടാകുന്നത്. നോമ്പ് നോൽക്കാൻ സാധിക്കാത്തതിനുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഓടുകൂടി തന്നെയാണ് നമ്മൾ ഈ നോമ്പുകാരനാണെങ്കിൽ തന്നെ നോമ്പ് ഒഴിവാക്കണം. അല്ലാതെ നോമ്പ് ഒഴിവാക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിന്റെ ഭാഗം അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ശരിയല്ല. മറിച്ച് നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല, ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ പടച്ചോൻ അതിന് നമുക്കൊരു ഒഴികഴി തന്നിട്ടുണ്ടല്ലോ എന്ന ഒരു സമാധാനത്തിന്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഔ അല സഫരിൻ, അല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരനാകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലത്തെ യാത്രയാണെങ്കിൽ അത് വളരെ പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരുഭൂമിയിലൂടെയൊക്കെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ യാത്ര ചെയ്യുന്ന രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യാത്ര എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരുന്ന ഒരു സന്ദർഭമായിരുന്നു. എന്നിരുന്നാലും ഇവിടെ പ്രയാസമുണ്ടോ ഇല്ലേ എന്നതൊന്നും ഇവിടെ വിശുദ്ധ ഖുർആനോ അതല്ലെങ്കിൽ സഹീഹായ ഹദീസോ നമുക്ക് നിർണയിച്ചിരുന്നില്ല. ഒരു യാത്രക്കാരൻ എന്ന ഒരവസ്ഥയിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് നോക്കുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അത് അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് നോമ്പ് ഒഴിവാക്കാം, അതിന് നമുക്ക് അവകാശമുണ്ട്. പക്ഷെ നോമ്പിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്ന രീതി കഴിയുന്നവരൊക്കെ നോമ്പ് നോൽക്കുമായിരുന്നു. അത് റസൂലിന്റെ കൂടെ യാത്ര പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവരും ഉണ്ടാവും, നോമ്പ് നോൽക്കാത്തവരും ഉണ്ടാവും. എന്നാൽ അതിനെപ്പറ്റി സഹാബാക്കൾ തന്നെ പറയുന്നത് ഞങ്ങളെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവരും നോൽക്കാത്തവരും ഉണ്ടാവും. പക്ഷെ നോറ്റ ഒരാളും നോൽക്കാത്തവരെ പറ്റി ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, കുറ്റപ്പെടുത്തലൊന്നും നടത്തൂല. അതുപോലെ നോൽക്കാത്ത ആളുകൾ നോറ്റവരെ സംബന്ധിച്ചും ഒരു കുറ്റപ്പെടുത്തലും നടത്തുന്നതല്ല. അപ്പൊ അത് ഓരോ വ്യക്തിക്കും തന്റെ ഈ യാത്ര തനിക്ക് നോമ്പ് ഒഴിവാക്കുന്നതിന് അള്ളാഹു അനുവദിച്ച ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ നോമ്പ് താൻ നോറ്റ് വീട്ടണല്ലോ, അത് ആലോചിക്കുമ്പോൾ ഞാൻ ഈ യാത്ര പരിഗണിക്കേണ്ടതില്ല, നോമ്പ് നോൽക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയും അയാൾക്ക് ചെയ്യാവുന്നതാണ്. പല ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ പലപ്പോഴും ഈ റമദാൻ മാസത്തിലെ നോമ്പ് അത് രണ്ടാമത് നോറ്റ് വീട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും ആപേക്ഷികമായി. അതുകൊണ്ട് യാത്രക്കാരനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, പ്രയാസം ഉണ്ടാകാത്ത ഒരു യാത്രയാണെങ്കിൽ അവൻ നോമ്പ് നോൽക്കുകയായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. എന്നാൽ പിന്നെ അത് നോറ്റ് വീട്ടേണ്ട പ്രശ്നം അവനെ സംബന്ധിച്ചില്ലല്ലോ. ഏതായാലും വിശുദ്ധ ഖുർആൻ യാത്ര, രോഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നമ്മളാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്, അതിന്റെ രീതിയൊക്കെ. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അങ്ങനെ വിട്ടുപോയാൽ അത് നിങ്ങൾ മറ്റൊരു ദിവസം നോറ്റ് വീട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മറ്റൊരു ദിവസം എന്ന് പറഞ്ഞത് എന്നാണ് അത് പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂലും പറഞ്ഞിട്ടില്ല, വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധിക്കുന്ന മറ്റൊരു ദിവസം അത് നോറ്റ് വീട്ടണം. രോഗിയാണെങ്കിൽ രോഗമൊക്കെ സുഖപ്പെട്ട് സാധിക്കുന്ന ഒരു സന്ദർഭത്തിൽ നോമ്പ് വീട്ടണം. യാത്രക്കാരനാണെങ്കിൽ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം സൗകര്യപ്പെടുന്ന ഒരു ദിവസം അവൻ നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ്. നമ്മളെ കൂട്ടത്തിൽ പലപ്പോഴും ധാരാളം നോമ്പ് നിർബന്ധമായി ഒഴിവാക്കേണ്ട ആളുകളുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകൾ. അവരുടെ മെൻസസ് പീരീഡും മറ്റൊക്കെ വരുന്നത് കൊണ്ട്, അതുപോലെ പ്രസവം, മുലയൂട്ടൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് അവർ ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഒഴിവാക്കുന്ന ആളുകൾ അത് നോറ്റ് വീട്ടേണ്ടത് എപ്പോഴാണ്? അവർ അടുത്ത നോമ്പാകണതിന്റെ മുമ്പ് കഴിയുമെങ്കിൽ നോറ്റ് വീട്ടുക, നിർബന്ധമൊന്നുമില്ല. സഹാബാക്കളുടെ രീതി എങ്ങനെയായിരുന്നു? അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ഒക്കെ ചെയ്തിരുന്നത് ശഅബാൻ മാസത്തിലാണ് അവരുടെ വീട്ടാനുള്ള നോമ്പൊക്കെ നോൽക്കാറുണ്ടായിരുന്നു, ശഅബാൻ മാസത്തിൽ. അപ്പോ വേറൊരു ചിന്ത നമ്മളുടെ ഇടയിൽ ചില ആളുകളുടെ ഇടയ്ക്കുണ്ട്, നിർബന്ധ നോമ്പ് നമുക്ക് വീട്ടാനുണ്ടാവുമ്പോൾ പിന്നെ സുന്നത്ത് നോമ്പൊന്നും നോൽക്കാൻ പാടില്ല, ആദ്യം അത് വീട്ടണം. അങ്ങനെ ഒരു കണിശമായ കൽപ്പനയൊന്നും അള്ളാന്റെ റസൂലോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനോ നമ്മോട് പറയണില്ല. നിങ്ങൾ മറ്റ് സൗകര്യപ്പെടുന്ന ഒരു സമയത്ത് നിങ്ങൾ നോറ്റ് വീട്ടണം എന്നേ പറയുന്നുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ശഅബാൻ മാസത്തിലാണ് നോമ്പ് നോറ്റ് വീട്ടാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് മുഹറത്തിലെയും അറഫയിലെയും ഒന്നും നോമ്പ് അവർ നോൽക്കാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ നോൽക്കും. തിങ്കളാഴ്ച നോമ്പ് നോൽക്കും, വ്യാഴാഴ്ച നോമ്പ് നോൽക്കും, അറഫ നോമ്പ് നോൽക്കും, മുഹറ നോമ്പൊക്കെ നോക്കും. നോറ്റ് വീട്ടാനുള്ള നോമ്പ് അത് ശഅബാൻ മാസത്തിലും വീട്ടും. അപ്പൊ അങ്ങനെ ആകണേന് വിരോധമൊന്നുമില്ല.
ഷാബാൻ മാസത്തിൽ വീട്ടും. ഇനി ഷാബാൻ മാസത്തിൽ വീട്ടാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങനത്തെ പല ആളുകളും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, 10-50 നോമ്പ് വീട്ടാണ്ടായിരുന്നു, 30 നോമ്പ് വീട്ടാണ്ടായിരുന്നു, അതിൽ 15 ആയിട്ടുള്ളൂ, 30 ആയിട്ടുള്ളൂ, ഇനിയും ലീവ് വേണം എന്നൊക്കെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് ഇനി റമദാന്റെ മുമ്പ് നോറ്റ് വീട്ടാൻ കഴിഞ്ഞിട്ടില്ല. സാരല്ല, റമദാൻ കഴിഞ്ഞതിന് ശേഷം നോറ്റ് വീട്ടാമെന്നുള്ള നിയത്തോടു കൂടി നിങ്ങൾ അവിടെ നിൽക്കണം. റമദാൻ കഴിഞ്ഞതിന് ശേഷം നോറ്റ് വീട്ടുകയാണ് ഏറ്റവും നല്ലത്. ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നോറ്റ് വീട്ടുകയാണ് ഏറ്റവും നല്ലത്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ തൊട്ട് ശേഷം പറയുന്നത് വഅൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നോമ്പ് നോൽക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ എപ്പോഴും ഇത് വീട്ടണം എന്നുള്ളതാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. പലപ്പോഴും നമ്മളുടെ പല നോറ്റ് വീട്ടാൻ കഴിയുന്ന ആരോഗ്യമൊക്കെയുള്ള ആളുകൾ തന്നെ പലപ്പോഴും അതിനാണ് ഫിദിയ കൊടുത്താൽ അതാണ് അവസാനിക്കുമല്ലോ എന്ന് വിചാരിക്കും. ഫിദിയ കൊടുക്കുക എന്ന് പറയുന്നത് അത് നോൽക്കാൻ സാധിക്കാത്തവരാണ്. നോൽക്കുകയാണെങ്കിൽ വളരെ പ്രയാസം ഉണ്ടാകുന്ന ആളുകളാണ് അത് ഫിദിയ കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ലതും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നോറ്റ് വീട്ടണം എന്നുള്ള സംഗതി തന്നെയാണ്. നോറ്റ് വീട്ടാനാണ് ശ്രമിക്കേണ്ടത്. ഇനി അഥവാ നോറ്റ് വീട്ടാൻ കഴിയില്ല എന്ന് വിചാരിക്കും. ഇപ്പൊ 100 നോമ്പൊക്കെ ബാക്കി വരുന്ന സ്ത്രീകളുണ്ട്. ഈ കൊല്ലം കുറച്ച് വന്നു, പിറ്റത്തെ കൊല്ലം വന്നു, പിറ്റത്തെ കൊല്ലം ഗർഭകാലം, മുലയൂട്ടല്, പ്രസവം, ഒക്കെ നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആകുന്ന പല സ്ത്രീകൾ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കുറെ വീട്ടിയിട്ടുണ്ടാവും. വീട്ടാൻ കഴിഞ്ഞിടത്തോളം അവർ നോറ്റ് വീട്ടുകയും പിന്നെ ഇനി അങ്ങോട്ട് നോറ്റ് വീട്ടാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയാൽ അതിന്റെ ഫിദിയ അവർ കൊടുക്കും. അപ്പൊ കഴിഞ്ഞിടത്തോളം നോറ്റ് വീട്ടിയിട്ട് ബാക്കിയുള്ളതിന്റെ ഫിദിയ നമ്മൾ കൊടുക്കുക. അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു, വളരെ പ്രയാസത്തോടു കൂടി മാത്രമേ നോമ്പ് നോൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആളുകൾ അവർക്ക് ഫിദിയത്തുൻ, അവർക്ക് ഫിദിയ നൽകാം. ഫിദിയ നൽകാം. എന്താണ് ഫിദിയ? ത്വാമു മിസ്കീൻ, പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണമാണ് നൽകേണ്ടത്. അപ്പൊ ഫിദിയായിട്ട് ആർക്കെങ്കിലും ഒരു 100 റുപ്യ കൊടുത്താൽ എൻ്റെ ഒരു നോമ്പ് വീടി എന്ന് നമ്മൾ വിചാരിക്കരുത്. അവർക്ക് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, അല്ലാതെ ബാക്കിയുള്ള സംഗതി. കാരണം ഖുർആൻ വ്യക്തമായി പറഞ്ഞ സംഗതിയാണ് ത്വാമു മിസ്കീൻ, പാവപ്പെട്ടവന് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഒരു നോമ്പിന് ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക നമ്മൾ അവർക്ക് നൽകണം, ഒരു നോമ്പ് വിട്ടുപോയാൽ. അപ്പൊ അത് ചിലപ്പോൾ ഒരു 100 രൂപയൊക്കെ ആയിരിക്കും. പക്ഷെ ആ 100 രൂപയല്ല, അതിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. ഒരു 10 നോമ്പോ ഒക്കെ വീട്ടാനുണ്ടെങ്കിൽ അതിനി വീട്ടാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. രോഗിയായ ആളുകളുണ്ടാവും, പ്രായം ചെന്ന ആളുകൾക്കുണ്ടാവും, നിത്യമായി മരുന്ന് കഴിക്കേണ്ട ആളുകളുണ്ടാവും, അങ്ങനത്തെ ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 നോമ്പുണ്ടെങ്കിൽ ആ 10 നോമ്പിന് അവര് അതിന്റെ പണം കൊണ്ട് അവര് ഭക്ഷണ സാധനങ്ങൾ, ഒരു കിറ്റോ മറ്റോ വാങ്ങി സാധുക്കളായ ഏതെങ്കിലും ആളുകൾക്ക്, കുടുംബത്തിന് അവർ നൽകുകയാണ് വേണ്ടത്. അത് ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം. ഇന്നത്തെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു 100 രൂപയുടെ ഭക്ഷ്യസാധനങ്ങളെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കും. നമ്മളെ പള്ളിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് അതാണ്. ഫിദിയ നമുക്ക് നോമ്പ് നോറ്റ് വീട്ടാനുള്ള ആളുകളുടെ അവരോട് ഒരു നോമ്പിന് ഒരു 100 രൂപ വീതം ഇവിടെ പള്ളിയുടെ ഓഫീസിൽ അടക്കാൻ പറയും. എന്നിട്ട് നമ്മൾ ആ പണം കൊണ്ട്, ആർക്കും പണം കൊടുക്കല്ലേ ചെയ്യാം, നമ്മൾ ആ പണം കൊണ്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. കാരണം ഭക്ഷണ സാധനമാണ് അവിടെ കൊടുക്കേണ്ടത്. കാരണം ഖുർആൻ പറഞ്ഞത് ത്വാമു മിസ്കീൻ എന്നാണ്, പാവപ്പെട്ടവനുള്ള ഭക്ഷണം നിങ്ങൾ കൊടുക്കണം. അപ്പൊ ആ നിലക്ക് അത് നൽകാം. അപ്പോ ഇനിയിപ്പോ നോറ്റ് വീട്ടാനുള്ള ആളുകൾ അതൊക്കെ ഓർക്കുക, ശ്രദ്ധിക്കുക. നമുക്ക് ഈ റമദാനിൽ അങ്ങനെ ഒരു നിയ്യത്ത് വെക്കുക, റമദാൻ കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടണം എന്ന് നിയ്യത്ത് വെക്കുക. വീട്ടാനൊരു നിലക്കും കഴിയാത്ത രോഗികളോ മറ്റോ ബാധിച്ച ആളുകളാണെങ്കിൽ ഈ റമദാനിൽ തന്നെ അതിന്റെ ഫിദിയ വേഗം കൊടുത്ത് ഈ റമദാൻ കഴിഞ്ഞോടുകൂടി അതിന്റെ മുഴുവൻ ബാധ്യതകളിൽ നിന്നൊക്കെ ഒഴിവായി നമ്മൾ നിൽക്കുന്നൊരവസ്ഥ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ ഫമൻ തതവ്വഅ, ഒരാൾ സ്വമേധയാ വല്ലതും ഇനിയും ചെയ്യുകയാണെങ്കിൽ ഒരു രോഗിക്ക് കൊടുക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, ഞാൻ 10 രോഗിക്ക് കൊടുക്കണം എന്ന് ഒരാൾ സ്വമേധയാ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു വിരോധമില്ല. അത് ഖൈറുൻ, അത് നല്ല കാര്യമാണ്. അയാൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫഹുവ ഖൈറുൻ ലഹു, അത് അവന് ഖൈറാണ്. പിന്നെ നമ്മളുടെ നാട്ടിൽ ഒരു ധാരണ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഫിദിയ കൊടുത്താലും നോറ്റ് വീട്ടണം, അല്ലെങ്കിൽ നോറ്റ്
വീട്ടലാണ് അത്യാവശ്യം. പ്രത്യേകിച്ചും ഗർഭിണികളായ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മുടെ മദ്ഹബിൽ, ഷാഫി മദ്ഹബിലൊക്കെ സ്ത്രീ കുട്ടി മുലയൂട്ടുന്ന വിഷയത്തിലാണ് നമ്മൾ നോമ്പ് ഒഴിവാക്കിയതെന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് നോറ്റ് വീട്ടും വേണം, അതിൻ്റെ കൂടെ ഫിദിയയും കൊടുക്കണം. കാരണം അവനാന്റെ കാരണം അല്ലല്ലോ, കുട്ടിന്റെ കാരണം കൊണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഫിദിയയും കൊടുക്കണം എന്നാണ്. അതൊരു ഫിഖ് മസലയാണ്. അതൊരു ഫിഖ്ഹിൽ പറയുന്ന പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു കാര്യം എന്ന് മാത്രമേ അതുള്ളൂ. അത് ഹദീസുകളിലും ഖുർആനിലും ഒന്നുമില്ല. നോമ്പ് നമ്മൾ നോറ്റ് വീട്ടിയ പിന്നെ ഫിദിയ നൽകേണ്ടതില്ല. ഫിദിയ നൽകിക്കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യേണ്ടതില്ല. അങ്ങനെയാണ്. ഒരാൾക്ക് നോമ്പ് നോറ്റ് വീട്ടി ഇനി ഞാൻ കുറച്ച് ഫിദിയും കൊടുക്കട്ടെ എന്ന് അയാൾ സ്വന്തം വിചാരിക്കുകയാണെങ്കിൽ ഒരു വിരോധമില്ല. ഫിദിയ കൊടുത്തതിന് ശേഷം ഞാൻ ഇനി നോമ്പും വീട്ടട്ടെ എന്ന് ഒരു ആൾ തീരുമാനിച്ചാലോ അതിന് വിരോധമില്ല. അത് അയാളുടെ ഇഷ്ടമാണ്. അയാൾക്ക് തീരുമാനിക്കാവുന്ന വിഷയമാണ്. എന്നല്ലാതെ മതപരമായ ബാധ്യത നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫിദിയ കൊടുക്കേണ്ടതില്ല. ഫിദിയ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോൽക്കേണ്ടതും ഇല്ല. അതാണ് മതപരമായ ബാധ്യത. വൻ തസൂമു ഹൈറുല്ലക്കും. അപ്പൊ അങ്ങനെയാണ് നോമ്പിന്റെ ഈ വിഷയങ്ങൾ. പിന്നെ ഇനി നോമ്പ് മുറിയുടെ കാര്യങ്ങൾ ഇപ്പൊ എന്താ? മുറിയുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യത്റുകു തുആമഹു വശറാബഹു വശഹവതഹു മിൻ അജലി. അവന്റെ ഭക്ഷണം, പാനീയം, വികാരം, ഈ മൂന്നെണ്ണമാണ് നമ്മൾ റമദാൻ മാസത്തിൽ പകൽ സമയത്ത് വെടിയുന്നത്, ഒഴിവാക്കുന്നത്. അതെനിക്ക് വേണ്ടി അവൻ വെടിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ അവന് പ്രതിഫലം നൽകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഭക്ഷണം, പാനീയം, വികാരം. അതിലേറ്റവും ഗൗരവതരമായ കുറ്റകരമായ സംഗതി ഒരു റമദാനിലെ പകൽ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാവുക, സംസർഗം നടക്കുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ദുർബല നിമിഷത്തിൽ അങ്ങനെ ഉണ്ടായിപ്പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ 60 ദിവസം തുടർച്ചയായി നോമ്പ് വെക്കണം. തുടർച്ച മുറിയാതെ 60 ദിവസം നോമ്പ് വെക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി മെൻസസ് ഉണ്ടാകുമ്പോൾ മുറിയും. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം തുടർന്ന് ബാക്കി ദിവസം നോൽക്കണം. അപ്പൊ 60 ദിവസം തുടർച്ചയായി നോമ്പ് വെക്കണം. അതിന് കഴിയില്ല. 60 ദിവസം തുടർച്ചയായി നോമ്പ് വെക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ആളാണെങ്കിൽ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ വളരെ ഗൗരവമുള്ള, ഏറ്റവും ഗൗരവമുള്ള ഒരു പാപമാണ്, കുറ്റമാണ് റമദാൻ മാസത്തിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിൽ, സൂര്യനല്ല പ്രഭാതമായതിനു ശേഷം സുബഹിയാൻ കൊടുത്ത് മഗ്രിബാൻ കൊടുക്കുന്നതിന്റെ ഇടയിൽ ശാരീരികമായി ബന്ധപ്പെടുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതാണ് ഏറ്റവും വലിയ പാപം, കുറ്റം. അതിന് അഥവാ സംഭവിച്ചാൽ തന്നെ അതിന് ഇത്രയും വലിയ പ്രായശ്ചിത്തം അവൻ നൽകേണ്ടതാണ്. അത് അവന് നിർബന്ധമായ ഒരു കാര്യവുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതാണ് ഷഹ്വത്തിൽ ഏറ്റവും, വികാരത്തിൽ ഏറ്റവും ഗൗരവമേറിയത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താന്ന് വെച്ചാൽ തിന്നുക, കുടിക്കുക, അതുപോലെ ഈ ഷഹ്വത്ത്, അവന്റെ വികാരമൊക്കെ നിയന്ത്രിക്കുക പകൽ സമയത്ത്. അപ്പോൾ ഇന്ന് ആധുനികമായി പല രീതികളും നമ്മൾ വൈദ്യശാസ്ത്രത്തിലൊക്കെ പലതും കാണും. ഒക്കെ നമ്മൾ ഒന്നേ നോക്കേണ്ടതുള്ളൂ, അത് തിന്നലാണോ കുടിക്കലാണോ, അതുപോലെ വികാര നിയന്ത്രണത്തിൽപ്പെട്ട വികാരത്തിന്റെ വിഷമാണോ എന്നുള്ളത്. അത് ബോധപൂർവം ചെയ്യണം, കൽപ്പിച്ചൂട്ടി ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കൽപ്പിച്ചൂട്ടി ഛർദ്ദലുണ്ടാക്കി കഴിഞ്ഞാൽ അവന്റെ നോമ്പ് മുറിയും. എന്നാൽ സ്വാഭാവികമായി ഛർദ്ദിച്ചാലോ നോമ്പ് മുറിയില്ലാന്ന് പറയും. അതുകൊണ്ട് ഏത് സംഗതി കൽപ്പിച്ചു കൂട്ടിയാണ്. ഒരാൾ കൽപ്പിച്ചു കൂട്ടി തിന്നു എങ്കിലും അതിന്റെ നോമ്പ് മുറിയും. അറിയാതെ തിന്നുപോയി എന്ന് വിചാരിക്കുക, സമയം അറിയാതെ, അല്ലെങ്കിൽ പിന്നെ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്, മഗ്രിബായിട്ടുണ്ട് എന്ന് വിചാരിച്ച് തിന്നു. നബിന്റെ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചു എന്ന് വിചാരിച്ച് അവർ തിന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പൊ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങളെ നോമ്പിനെ ബാധിക്കൂല, അള്ളാഹു നിങ്ങളെ തീറ്റിയതാണ് നിങ്ങൾ വിചാരിച്ചോളൂ, സമാധാനിച്ചോളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അറിയാതെ നമ്മളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നതിനൊന്നും നോമ്പ് മുറിയില്ല. അതുകൊണ്ടാണ് സ്വപ്നസ്ഖലനം ഉണ്ടായാലും നോമ്പ് മുറിയില്ല. നേരെ മറിച്ച് ബോധപൂർവം സ്ഖലിപ്പിക്കുകയാണെങ്കിലും നോമ്പ് മുറിയും ചെയ്യും. അപ്പൊ ബോധപൂർവം ചെയ്യുന്ന സംഗതികളാണ് നോമ്പ് മുറിയുന്ന കാര്യമായിട്ടുള്ളത്.
അത് തിന്നുക, കുടിക്കുക, വികാരപരമായ കാര്യങ്ങൾ ചെയ്യുക. തിന്നുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും പരിധിയിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു സംഗതി എന്താന്ന് വെച്ചാൽ, നമ്മുടെ അന്നനാളത്തിലൂടെ എന്ത് താഴത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിലും അത് തിന്നുക, കുടിക്കുക എന്നുള്ള പരിധിയിലാണ് എണ്ണിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. പക്ഷേ ഈ നോമ്പുകാരൻ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അവന്റെ അന്നനാളത്തിലേക്ക് വെള്ളം വരുന്നത് അവൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അന്നനാളത്തിൽ വെള്ളം വരിക ഇതേ അതിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കണ്ണിൽ മരുന്നിട്ടിക്കുക, മൂക്കിൽ മരുന്നിട്ടിക്കുക, പല്ല് പറിക്കുക, അതിനു വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്യുക, വേദനയ്ക്ക് വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്യുക, മസിലിൽ ഇഞ്ചക്ഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഇൻഹെയിലർ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ സാധാരണ ഇവരൊക്കെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന അവരുടെ ഈ കുത്തിവെപ്പ്, ഇതൊന്നും നോമ്പ് മുറിക്കുന്ന കാര്യമില്ല. ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല, ഇതൊന്നും നോമ്പിൽ വരില്ല. അതുപോലെ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഗർഭം ഉണ്ടോയെന്ന് പരിശോധിക്കാൻ വേണ്ടി ഉപകരണങ്ങൾ പ്രവേശിപ്പിക്കുക, അതല്ലെങ്കിൽ കൊളനോസ്കോപ്പി പോലത്തെ സംഗതി ചെയ്യുക. പക്ഷേ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വായിലൂടെ താഴോട്ട് നമ്മൾ എന്തെങ്കിലും പരിശോധനയ്ക്ക് വേണ്ടി തന്നെ ഇറക്കിയാൽ അത് നോമ്പ് മുറിയും എന്നാണ് പണ്ഡിതന്മാർ, ആധുനിക കാല പണ്ഡിതന്മാർ, ആവശ്യകമായി ഗവേഷണം നടത്തിയ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. കാരണം അന്നനാളത്തിലൂടെ ബോധപൂർവം എന്ത് താഴോട്ട് പോവുകയാണെങ്കിലും അതെന്ത് ചെയ്യും, ബോധപൂർവമാണെങ്കിൽ അത് നോമ്പ് മുറിക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട അതിലേക്ക് പോകുന്ന ഏത് സംഗതി, നേരെ മറിച്ച് ഇൻഹൈലർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വിരോധമില്ല. അങ്ങനെ അത് നമ്മൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാവുന്നതാണ് ഇത്തരം സംഗതികളിൽ ഏതാണ് നോമ്പ് മുറിയ, ഏതാ നോമ്പ് മുറിയാത്തത് എന്നുള്ളത്. അതുപോലെ ഗ്ലൂക്കോസ് കുത്തിവെക്കുന്നത് പറ്റൂല, നോമ്പ് മുറിയും. കാരണം അത് ഭക്ഷണത്തിന് പകരമായി ഉപയോഗിക്കുന്ന, അതിനെ പകരം ഉപയോഗിക്കുന്ന സംഗതികളാണ്, അത്തരം സംഗതികൾ പറ്റില്ല. അതുപോലെ തന്നെ ഡയാലിസിസ് നടത്തുന്ന രോഗികൾക്ക് നോമ്പ് മുറിയും. കാരണം ഡയാലിസിസിന്റെ കൂടെ ഇത്തരം പോഷകപരമായ പല സംഗതികളും ആ ബ്ലഡിന്റെ കൂടെ തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ അതാണ് അതിനുള്ള മാനദണ്ഡം. അതല്ലാത്ത ബാക്കിയുള്ള സംഗതികളൊക്കെ സാധാരണ രീതിയിലുള്ള കുത്തിവെപ്പുകളും മറ്റൊന്നും നോമ്പ് മുറിയുന്ന സംഗതികളല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോമ്പിന്റെ കുറച്ച് സുന്നത്തുകളാണ്. ഒന്ന്, നമ്മൾ അത്താഴം കഴിക്കണം. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബർക്കത്ത്. അത്താഴം കഴിക്കണം. അത്താഴം എന്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വെള്ളമെങ്കിലും കുടിക്കണം. അത്താഴം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി തിന്നുക എന്നല്ല ഉദ്ദേശിക്കുക. അത്താഴം എന്ന് പറഞ്ഞതിന് ഇവിടെ ഹദീസുകളിൽ പ്രയോഗിച്ചിട്ടുള്ളത് തസഹറു എന്നാണ്. സഹർ എന്നാണ്. സഹർ എന്നാണ് ഒരു സമയത്തിന്റെ പേരാണ്. അതൊരു ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെ പേരല്ല. സഹർ എന്ന് പറഞ്ഞാൽ ഒരു സമയമാണ്. അഥവാ സുബഹിക്ക് മുമ്പുള്ള സമയത്തിനാണ് സഹർ എന്ന് പറയാം. അപ്പൊ ആ സമയത്ത്, പുലർച്ച എന്ന് നമ്മൾ പറയണ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കഴിക്കണം. അത് ഉറങ്ങിയതിന് ശേഷമാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഉറങ്ങാതെ ആണെങ്കിലും ശരി, സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ കഴിക്കണം. പല ആളുകളുണ്ട് 2 മണി വരെ ഒക്കെ ഇങ്ങനെ കഴിച്ചു കൂട്ടിയിട്ട് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് ഉറങ്ങി പിന്നെ സുബഹിക്ക് നീക്കുന്ന ആളുകൾ. അതല്ല ശരി. സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയത്തൊന്ന് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവർ കുടിക്കണം. അങ്ങനെ കുടിച്ചാൽ ഫൈന ഫീഹി ബർക്കത്തുൻ, അതിന് നിങ്ങൾക്കൊരു ബർക്കത്തുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന ഫിസ്സുഹൂരി ബർക്കത്തുൻ, ആ സഹറിൽ ഇത് ബർക്കത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊന്ന്, ഈ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ നല്ല ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം. നല്ല പഴുത്ത ഈത്തപ്പഴം കൊണ്ട് നോമ്പ്. അതിന് റുത്തബ് എന്നാണ് സാധാരണ. അതില്ലെങ്കിൽ സാധാരണ കാരക്ക കൊണ്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കാം. കുറച്ചുകൂടി ഉണങ്ങിയ കാരക്ക കൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാം. അതും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ നമ്മൾക്ക് എന്താണോ ജ്യൂസോ എന്താ നമ്മൾ ഭക്ഷിക്കണത് അത് നമ്മൾ ചെയ്യാം. അപ്പൊ ഇത് അതിന്റെ മുമ്പ് ഇത് ചെയ്യുന്നത് എന്തോന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് പ്രത്യേകമായൊരു പ്രതിഫലം ലഭിക്കുകയാണ്. അതൊരു സുന്നത്തെടുക്കുകയാണ്. കാരക്കയോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ വെള്ളമോ ഒക്കെ ഉപയോഗിച്ച് നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ പോലെ എങ്ങനെയാന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു സംഗതി, ബാങ്ക് കൊടുത്താൽ പിന്നെ അധികം താമസിപ്പിക്കാൻ. ബാങ്ക് കൊടുത്താൽ ഉടൻ നോമ്പ് മുറിക്കണം. തഅജീലുൽ ഫിത്ർ എന്നാണ് പറയുന്നത്. നോമ്പ് മുറിക്കണം.
ബാങ്ക് കൊടുത്താൽ വയറ് നിറച്ച് തിന്നണം എന്നല്ല പറയണത്, നോമ്പ് നമ്മൾ മുറിക്കണം. അത് കാരക്ക തിന്നിട്ടോ ഭക്ഷണം വെള്ളം കുടിച്ചിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നോമ്പ് മുറിയണം. അതോടുകൂടി ബാങ്ക് കൊടുത്ത് ഉടൻ തന്നെ ആ സംഗതികൾ ചെയ്യണം. അത് പിന്നെ കാത്തിരിക്കരുത്, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് 2 സമയത്ത് ബാങ്ക് നമുക്ക് കേൾക്കാം. അത് ഒരു സമയത്ത് കാണുന്ന ബാങ്ക് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി നമ്മൾ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ചുകൂടി സമയം കാത്തിരുന്നുകൊണ്ട് കൊടുക്കണം ബാങ്കാണ്. പക്ഷെ അങ്ങനെ ഒരു പരിപാടിയില്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ചുകൂടി സമയം കാത്തിരുന്ന് പിന്നെ ബാങ്ക് കൊടുക്കുക എന്നുള്ള പരിപാടിയില്ല. എല്ലാ സ്ഥലത്തും പിന്നെ അസ്തമിച്ചോട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുക, എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആവശ്യമല്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നമ്മൾക്ക് നോമ്പ് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി, നിങ്ങളൊക്കെ നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ കണക്കൂട്ടും. നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തണത് ആദ്യം തന്നെ റമദാൻ മാസത്തിൽ എല്ലാവരും ഈ വർഷം, കഴിഞ്ഞ റമദാൻ മുതൽ ഈ വർഷം വരെ നമുക്ക് എത്ര വരുമാനം ഉണ്ടായി നമ്മൾ കണക്കൂട്ടി അതിൽ നമ്മളുടെ അടിസ്ഥാനപരമായ വീട്ടിലത്തെയും മറ്റു സംഗതികൾക്ക് ചെലവഴിച്ച പൈസ കഴിച്ച് ബാക്കി നമ്മുടെ കയ്യിൽ ഉള്ള സംഖ്യ ഇന്നത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ അത്രത്തോളം വരും. ഇന്നത്തെ 590 ഗ്രാം വെള്ളിയുടെ വില നമ്മൾ കൂടി ഏകദേശം 1.5 ലക്ഷത്തോളം വരും. അത്ര കഴിച്ച് അതിലും കൂടുതൽ നമ്മളുടെ കയ്യിൽ ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ, കയ്യിലേക്കൊന്നും ഉണ്ടാവില്ല, നമ്മളൊക്കെ ചെലവാക്കി പോയിട്ടുണ്ടാവും, പക്ഷെ അത്ര നമ്മൾക്ക് ഈ വർഷം ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ 2.5% തീർച്ചയായും നമ്മൾ സക്കാത്തായിട്ട് കണക്കാക്കി സക്കാത്ത് നമ്മൾ കൊടുക്കണം. അതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. നമ്മുടെ സക്കാത്ത് സംവിധാനം അത് കുറച്ചുകൂടി വ്യവസ്ഥാപിതമായ രീതിയിലേക്ക് മാറ്റി അതിന് പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ കൂടുതൽ ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്നു. രണ്ടാമത്തെ സംഗതി തറാവീഹ് നിസ്കാരം. അതിന് നിങ്ങളും കുട്ടികളും നിങ്ങളെ വീട്ടിലുള്ളവരൊക്കെ കൊണ്ടുവന്ന് അതിലേക്കാക്കണം. റസൂലിന്റെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. റമദാന്റെ തറാവീഹ് നിസ്കാരം ഈ റസൂലിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം അവർ പള്ളിയിൽ വെച്ച് നടക്കുന്ന സമയത്ത് അതിൽ എല്ലാവരും ഒന്നാകെ അപാലവൃദ്ധം ജനങ്ങൾ കൂടിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3ാമത്തെ തറാവീഹിന്റെ ദിവസം. അത്ര അധികമാണ്. നമ്മളുടെ വീട്ടിൽ ഉള്ള ആളുകളെയും സ്ത്രീകളെയും ഒക്കെ കഴിയുന്ന നോമ്പ് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാം. സ്ത്രീകളും വരാം, കുട്ടികളും കൂടെ വന്നോട്ടെ. പക്ഷെ കുട്ടികൾ പള്ളിയിലൊക്കെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സാരമില്ല, അവരുടെ പ്രായമൊക്കെ അനുസരിച്ചിട്ട് ആ സംഗതികളിൽ ഒക്കെ ഒരു നിയന്ത്രണവും ശ്രദ്ധയൊക്കെ മറ്റുള്ളവർ ചെയ്താൽ മതി. കുട്ടികൾ പള്ളിയിൽ വന്ന് ശീലിക്കണം. ഓരോ നമസ്കാരത്തിന് കുട്ടികൾ 7 വയസ്സായ കുട്ടികളെ നിസ്കരിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ടില്ലേ? അത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നമ്മളെ കൂടെ കുട്ടികളെയും കൊണ്ടുവരിക. ഒരു ഓടിച്ചാടി കളിക്കണതൊക്കെ കുറേശ്ശൊക്കെ ആവശ്യത്തിന് സാധാരണ രീതിയിലൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. എന്നിരുന്നാലും അവരൊക്കെ വന്ന് പള്ളി എപ്പോഴും റമദാന്റെ സന്ദർഭത്തിൽ സജീവമാകണം. വളരെ അധികം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ശരിക്ക് പഠിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കണക്കാക്കിയിരുന്നതൊക്കെ റമദാൻ മാസത്തിലാണ്. അതൊക്കെ നമ്മൾ ധാരാളമായി ശ്രദ്ധിക്കുക. അങ്ങനെ പരിശുദ്ധ റമദാനിന്റെ എല്ലാവിധ ഗുണങ്ങളും അതിൻ്റെ പ്രതിഫലവും പൂർണ്ണമായി ലഭിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം. ഈ റമദാൻ മുഴുവൻ അങ്ങനെ ആകണം എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിൽ ശക്തമായ രീതിയിൽ നമ്മൾ തീരുമാനിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതിനാവശ്യമായ രീതിയിൽ സമയം കണ്ടെത്തുക. സമയം കളയുന്ന എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ടോ അതിനൊക്കെ നമ്മൾ നിയന്ത്രിച്ച് ശരിയായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.